ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. മാധവമാസമായ ഈ വൈശാഖ പുണ്യത്തിൽ ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിൽ ദശകം 23 ദക്ഷചരിതം വരികൾ സഹിതം തുടരുന്നു. ശ്ലോകം 1. പ്രാചീദസസ്തു ഭഗവന്നപരോഹി ദക്ഷഃ ത്വസ്സേവനം വ്യതിത സർഗവിവർത്തി കാമഃ ആവിർബഭൂവിത തദാ ലസത് അഷ്ടബാഹുഃ തസ്മൈ വരം ദദിത താം ച വധൂമസ്കിനീം. പ്രചേദസസ്തു ഭഗവന്നപരോഹി ദക്ഷഃ ത്വസ്സേവനം വ്യതിത സർഗവിവർത്തി കാമഃ ആവിർബഭൂവിത തദാ ലസത് അഷ്ടബാഹുഃ തസ്മൈ വരം ദദിത താം ച വധൂമസ്കിനീം. ഭഗവാനെ ഗുരുവായൂരപ്പ, ആ പ്രചേതസ്സുകളുടെ മകനായ ദക്ഷൻ സൃഷ്ടി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചു. അതിനായി അങ്ങയെ ഭജിച്ച് സേവിച്ചു. അപ്പോൾ അവിടുന്ന് അഷ്ടഭുജനായി ദക്ഷൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ തപസ്സിൽ സന്തുഷ്ടനായി ഉദ്ദിഷ്ടവരങ്ങൾ ദാനം ചെയ്തു. കൂടാതെ അസ്കിനീം എന്ന വധുവിനെയും പ്രദാനം ചെയ്തു. ശ്ലോകം 2. തസ്യാത്മജാസ്തുയുധം ഈശ പുനഃ സഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗം ആപുഃ നൈകത്ര വാസം ഋഷയേ സമുമോച ശാപം ഭക്തോത്തമസ്തു ഋഷിരനുഗ്രഹം ഏവമേനേ. തസ്യാത്മജാസ്തു യുധം ഈശ പുനഃ സഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗം ആപുഃ നൈകത്ര വാസം ഋഷയേ സമുമോച ശാപം ഭക്തോത്തമസ്തു ഋഷിരനുഗ്രഹം ഏവമേനേ. നമസ്തേ. ആ ദക്ഷന് പത്നിയായ അസ്കിനിയിൽ ആദ്യം ഹൈര്യശ്വന്മാരെന്ന പേരിൽ 10,000 പുത്രന്മാർ ജനിച്ചു. അച്ഛനായ ദക്ഷൻ സൃഷ്ടിവർദ്ധനയ്ക്കായി ഈശ്വരനെ തപസ്സു ചെയ്തു പ്രീതി സമ്പാദിക്കാൻ നിയോഗിച്ചു. പിതൃശാസന മാനിച്ച് അവർ നാരായണ തീർത്ഥത്തിൽ ചെന്ന് തപസ്സു ചെയ്തു തുടങ്ങി. ആ സമയം നാരദ മഹർഷി അവിടെ എത്തി അവരോട് ഉപദേശിച്ചു. മോക്ഷമാർഗത്തിലേക്കുള്ള വഴിയാണ് ആദ്യം നേടേണ്ടത്. ഈശ്വര പ്രീതി കൊണ്ടേ അത് സാധിക്കൂ. ഭൗതിക സുഖങ്ങളെല്ലാം നശിക്കുന്നതാണ്. ആത്മപ്രകാശം നേടി മോക്ഷം സാധിക്കുകയാണ് ഉത്തമം. നാരദൻ്റെ തത്വോപദേശം ശ്രവിച്ച ഹൈര്യശ്വന്മാർ മോക്ഷമാർഗത്തിലേക്ക് തിരിഞ്ഞു. അതറിഞ്ഞ ദക്ഷൻ ദുഃഖിതനായി. പിന്നെ ശബളാശ്വന്മാർ എന്ന പേരിലുള്ള 1000 പുത്രന്മാർക്ക് ജന്മം നൽകി. അവരെയും സൃഷ്ടിവർദ്ധനയ്ക്കായി പ്രേരിപ്പിച്ചെങ്കിലും അവരും തപസ്സു ചെയ്തു തുടങ്ങിയപ്പോൾ നാരദൻ അവരെയും ഭക്തിമാർഗത്തിലേക്ക് തിരിയത്തക്ക വിധം ഉപദേശം കൊടുത്തു. അവരും ഭക്തിമാർഗം സ്വീകരിച്ച് ഈശ്വര ആരാധനയിലേക്ക് തിരിഞ്ഞപ്പോൾ ഇതറിഞ്ഞ ദക്ഷന് നാരദനോട് കോപമാണുണ്ടായത്. ആ കോപം ശാപമായി മാറി. ദക്ഷൻ നാരദനെ ശപിച്ചു. നാരദ, അങ്ങേക്ക് ഒരിക്കലും ഒരിടത്തും സ്ഥിരമായി പാർക്കുവാൻ കഴിയാതെ പോകട്ടെ. ദക്ഷൻ്റെ ആ ശാപം തനിക്കൊരു അനുഗ്രഹമായിട്ടാണ് നാരദൻ സ്വീകരിച്ചത്. എന്തെന്നാൽ എവിടെയെങ്കിലും സ്ഥിരവാസം ചെയ്യുമ്പോഴാണല്ലോ മനസ്സ് സംസാര ബന്ധത്തിൽ അകപ്പെടുന്നത്. തനിക്ക്
പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ധർമ്മപ്രചാരം നടത്താമല്ലോ, അതുതന്നെയല്ലേ നല്ലത് എന്ന് വിചാരിച്ച് സന്തുഷ്ടനായി. ശ്ലോകം 3. ഷഷ്ട്യാ തദോ ദുഗ്ധൃഭിസൃജത കുലൗകാൻ ദൗഹിത്രസൂനുരത തസ്യ സ വിശ്വരൂപഃ ത്വസ്തോത്രവർമ്മിദം അജാപയത് ഇന്ദ്രം മാജോ ദേവത്വദീയമഹിമാ ഖലു സർവജേത്രഃ. ഷഷ്ട്യാ തദോ ദ്വിഗൃഭിസൃജത കുലൗകാൻ ദൗഹിത്രസൂനുരത തസ്യ സ വിശ്വരൂപഃ ത്വസ്തോത്രവർമ്മിദം അജാപയത് ഇന്ദ്രം മാജോ ദേവത്വദീയമഹിമാ ഖലു സർവജേത്രഃ. അതിനുശേഷം ദക്ഷന് 60 കന്യകമാരുണ്ടായി. അവരിലൂടെ പല പല വംശങ്ങളും ഉണ്ടായി. ആ പെൺമക്കളിൽ ഒരാളായ അദിതിയുടെ മക്കളാണ് 12 ആദിത്യന്മാർ. അവർ ദ്വാദശാദിത്യന്മാരെന്നറിയപ്പെട്ടു. അവരിൽ 4-മനായ ത്വഷ്ടാവിൻ്റെ പുത്രനാണ് വിശ്വരൂപൻ. എന്നാൽ വിശ്വരൂപൻ്റെ അമ്മ ഒരു അസുര സ്ത്രീയായിരുന്നതിനാൽ ആസുരീഭാവം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ ദേവഗുരുവായ ബൃഹസ്പതി ഒരു യാഗത്തിനായി പോയപ്പോൾ ദേവലോകത്ത് അനർത്ഥങ്ങളുണ്ടായി. ഉടനെ ദേവേന്ദ്രൻ ബ്രഹ്മദേവനോട് ആരാഞ്ഞു, എന്താണ് അതിന് കാരണം? അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, പുരോഹിതൻ പിരിയാതെ കൂടെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ അനർത്ഥമാണ് ഉണ്ടാകുക. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഉപദേശമനുസരിച്ച് വിശ്വരൂപനെ ഗുരുവായി വരിച്ചു. വിശ്വരൂപൻ തൻ്റെ പൗരോഹിത്യകാലത്ത് ഇന്ദ്രനെ രക്ഷിച്ചു വന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ദേവാസുര യുദ്ധമുണ്ടായി. ആ സമയം വിശ്വരൂപൻ നാരായണ കവചം എന്ന മന്ത്രത്താൽ ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിപ്പിച്ചു. ഈ ശ്ലോകത്തിൽ കൂടി ഭാഗവതം 6-ാം സ്കന്ധത്തിലെ 6, 7, 8 എന്നീ അധ്യായങ്ങളിലെ കഥാഭാഗങ്ങൾ ചുരുക്കി പറയുകയാണ്. നമസ്തേ. ശ്ലോകം 4, 5, 6 തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.